السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد الأمين وآل كل والصحابة أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. صدق الله العلي العظيم. أمر سيدة الفاطمة رضي الله تعالى عنها بذلك: إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. وقال النبي صلى الله عليه وسلم: صوم يوم العرفة يكفر السنتين. سيدنا محمد رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ അറിവിൻ്റെ പുലരിയിലേക്കെന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും മറ്റു സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ മുന്നിൽ പ്രധാനപ്പെട്ട നിൽക്കുന്നത് അറഫ ദിവസമാണ്. ലക്ഷോപലക്ഷം ആളുകൾ ഇന്ന് ഹജ്ജിൻ്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല ഈ വർഷം ഹജ്ജിന് പോയ മുഴുവൻ ആളുകൾക്കും മഖ്ബൂലും മബ്റൂറും മർളിയുമായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സാധുക്കളായ നമുക്ക് അടുത്ത കാലത്ത് തന്നെ ആ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അറഫ എന്നുള്ളത് ഒരു അതുല്യ ദിനമാണ്. അറഫയുടെ തിരിച്ചറിവുകൾ, അറഫ ദിന മഹത്വങ്ങൾ, അറഫ ദിന അമലുകൾ, ഉലൂഹിയത്തിൽ ചെല്ലേണ്ടതായ എല്ലാ കാര്യങ്ങളും നാം ജീവിതത്തിൽ ഓർമ്മിക്കേണ്ട സംഗതിയാണ്. നമ്മിലേക്ക് അറഫ ദിനം കടന്നു വരുന്നു. അറഫയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, ആകാശവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു പകൽ. ഹാജിമാർക്കും ഹാജി അല്ലാത്തവർക്കും പാപമോചനവും നരകവിമുക്തിയും ലഭിക്കുന്ന പകൽ. ഒരു വർഷത്തെ പകലുകളിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ പകൽ. മലക്കും മനുഷ്യനും സംഗമിക്കുന്ന ദിനം. സൃഷ്ടാവ് സൃഷ്ടികളെ നോക്കി അഭിമാനം കൊള്ളുന്ന ദിനം. മനുഷ്യ ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നടക്കുന്ന സുദിനം. മനുഷ്യരുടെ സമത്വം ഉദ്ഘോഷിപ്പിക്കുന്ന സുദിനം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പെരുന്നാൾ ദിനം. ഇങ്ങനെ അറഫയെ പല നിലയിലും നമുക്ക് വിശേഷിപ്പിക്കാം. അറഫയുടെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഉൾക്കൊണ്ടുമാണ് നാം അറഫ ദിനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അറഫ എന്നത് വിശുദ്ധമായ ഒരു മൈതാനമാണ്. മക്കയിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന
10 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പ്രദേശമാണ് അറഫ. അല്ലെങ്കിൽ ആ കൊച്ചു പ്രദേശം ലോകത്തോളം വലുതാവുന്ന മഹാത്ഭുതമാണ് ദുൽഹിജ്ജ 9 നടക്കുന്നത്. ലൈസ അലൈക്കും ജുനാഹുൻ, അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അറഫയിലേക്ക് പോയാൽ നമുക്ക് അവിടെ പലതും കാണാം. അതൊക്കെ കാണുന്നതിനും ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണ് ലോക ജനതയെ ഹജ്ജിന് വേണ്ടി അറഫയിലേക്ക് ക്ഷണിക്കുന്നത്. അറഫയിൽ പോകാതെ ഹജ്ജില്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അറഫ പലതും പഠിപ്പിക്കുന്നുണ്ട്. അറഫ എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. ഹാജി അറഫയിൽ സംഗമിക്കുമ്പോൾ എത്തുമ്പോൾ പലതും പഠിക്കും. നാം അറഫ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും പലതും പഠിക്കണം, അറിയണം. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയപ്പെട്ട നമ്മുടെ വലിയുമ്മ ഹവ്വാ ഉമ്മയും പിരിഞ്ഞതിന് ശേഷം വീണ്ടും സംഗമിച്ച, കണ്ട് തിരിച്ചറിഞ്ഞ സ്ഥലമാണ് അറഫ. മനുഷ്യൻ തൻ്റെ ഇണയെ വേർപിരിഞ്ഞ് അധികം ഇരിക്കാൻ ആവില്ലെന്നും വേർപിരിഞ്ഞ ജീവിതം പാടില്ലെന്നും ഇണയോട് ചേർന്ന് നല്ല ജീവിതം നയിക്കണമെന്നും കുടുംബജീവിതം ദൃഢമാക്കണമെന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. മഹാനരായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സ്വപ്നം അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ ദിനം യൗമുത് തർവിയ, ദുൽഹിജ്ജ 8 സംശയ ദിനമാണ്. താൻ കണ്ട സ്വപ്നം അള്ളാഹുവിൽ നിന്നാണോ അല്ലയോ എന്ന് സംശയിച്ച ദിനം. എന്നാൽ യൗമുൽ അറഫ അള്ളാഹുവിൽ നിന്നാണ് തിരിച്ചറിഞ്ഞ ആ ദിനം. നമ്മളും തിരിച്ചറിയണം, തൻ്റെതായി താൻ കൊണ്ട് നടക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്നും അവർ നൽകിയതാണെന്നും അവന് വേണ്ടി അതൊക്കെ സമർപ്പിക്കണമെന്നും മഹാനരായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ആ വാചകം നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഓർമ്മ എന്നും ഉണ്ടാകാൻ ഉളൂഹിയ്യത്ത് നിയമമാക്കി. ഉളൂഹിയ്യത്ത് അറുക്കുമ്പോൾ പറയൽ സുന്നത്തായ വാചകം ശ്രദ്ധേയമാണ്. ഇന്ന സ്വലാത്തി വനുസുഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളൂഹിയ്യത്ത് അറുത്ത വേളയിൽ പറഞ്ഞതുപോലെ പറയലും സുന്നത്തുണ്ട്. എന്താ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹാദാ മിൻക വലക ഖുലാസതൻ ഹുക്മൻ വലക അല്ലാഹുമ്മ ഹാദാ മിൻക വലക എന്ന് അള്ളാഹുവിൻ്റെ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളൂഹിയ്യത്ത് അറുക്കുന്ന സമയത്ത് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ നമ്മെ അറഫ പലതും പഠിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമായത് ഇനി ഒരു അറഫയിൽ അവിടെ എത്തിച്ചേരണം, ഫർളായ ഹജ്ജ് നിർവഹിക്കണം എന്ന മോഹമാണ്, തീരുമാനമാണ് ഈ പ്രാവശ്യം. അവിടെ എത്താൻ പറ്റാത്തതിലുള്ള ദുഃഖവും വേദനയും ഉണ്ടായിരിക്കണം. നമുക്കും അടുത്ത വർഷം തൽബിയത്ത് ചൊല്ലാനും എന്ന വിചാരം ഉണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറഫയിലെത്താൻ ആയില്ലെങ്കിലും റബ്ബിൻ്റെ വിശാലമായ കാരുണ്യത്തിൽ നിന്നും ആശ മുറിയാതെ ഇരിക്കുക. മഹാനരായ മുഹമ്മദ് ബിൻ മുൻകദിർ ഒരു ഹജ്ജ് ചെയ്തു. അവസാനത്തെ ഹജ്ജിന് അറഫയിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, പടച്ചവനെ, എൻ്റെ ഒരു ഹജ്ജ്, എൻ്റെ ഫർളായ ഹജ്ജാണത്. 2 എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഉള്ളതാണ്. ബാക്കിയുള്ള 30 ഹജ്ജുകൾ
ഇവിടെ വന്നിട്ട് ഹജ്ജ് സ്വീകരിക്കാത്തവർക്കുള്ളതാണ്. പിന്നെ അദ്ദേഹം അറഫയിൽ നിന്ന് മുസ്ദലിഫയിലെത്തി ഉറങ്ങിയപ്പോൾ അദ്ദേഹത്തിനോട് സ്വപ്നത്തിൽ പറയുന്നതായിട്ട് കേട്ടു. യാ ഇബ്നു മുൻകദിർ എന്ന് തുടങ്ങുന്ന ഭാഷയിൽ മഹാനരായ ഇബ്നു മുൻകദിർ തങ്ങളോട് സ്വപ്നത്തിൽ വന്ന് പറയുന്നു, അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല ഈ കാരുണ്യം ലഭിക്കുന്നത് മുഴുവൻ പേർക്കുമാണ്. റമദാനിൽ ഇത്ഖിന്റെ സന്തോഷമാണ് ചെറിയ പെരുന്നാൾ, അറഫയിലെ ഇത്ഖിന്റെ സന്തോഷമാണ് ബലി പെരുന്നാൾ എന്ന് ഇമാം ഇബ്നു റജബ് തങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അറഫ നോമ്പ് മറ്റൊരു മഹത്വമാണ്. നോമ്പ് അനുഷ്ഠിക്കൽ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ഈ അറഫ ദിവസത്തിൽ ദുആ അധികരിപ്പിക്കൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖൈറുദ് ദുആഇ ദുആ യൗമി അറഫ വഖൈറു മാ ഖുൽത അന വനബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്, ഖൈറുദ് ദുആഇ ദുആ യൗമി അറഫ, ദുആകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദുആ അറഫ ദിവസത്തിലെ ദുആയാണ്. അതുകൊണ്ട് നാം അറഫ ദിവസത്തിൽ ദുആകൾ ഒരുപാട് വർദ്ധിപ്പിക്കണം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചൊവ്വാഴ്ച രാത്രി അത്താഴം കഴിച്ച് ബുധനാഴ്ചയാണ് ദുൽഹിജ്ജ 9. ആ ദിവസം നമ്മൾ അറഫ നോമ്പ് നോൽക്കൽ പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്താണ്. അറഫയിൽ ഹാജിമാർ സ്വയം പാപങ്ങൾ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന ദിവസമാണ്. ആ തൗബയാണ് നമ്മളും നമ്മുടെ നാട്ടിൽ വെച്ച് ചെയ്യേണ്ടത്. ആ അറഫ ദിവസം കഴിവിൻ്റെ പരമാവധി ദുആകൾ വർദ്ധിപ്പിച്ച് നമ്മൾ മുന്നേറണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം നമ്മിലേക്ക് തന്നെ നോക്കി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തൗബ ചെയ്യുക, തസ്ബീഹ് തഹ്ലീൽ അധികരിപ്പിക്കുക. ഇത് ഇത്ഖിനെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, മഹദി പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ وإنه ليدنو ثم يباهي بهم الملائكة فيقول ما أراد هؤلاء. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, അറഫ ദിവസത്തിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് ഇത്ഖ് ചെല്ലുന്ന ദിവസമാണ്. അതുകൊണ്ട് നാം അറഫ ദിനത്തിൽ റബ്ബിനോട് നരകമോചനം ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യേണ്ടതുണ്ട്. സുന്നത്തായ അറഫയുടെ നാളത്തെ നോമ്പിന് ഞാൻ നോൽക്കാൻ കരുതിയാൽ മതി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് അറഫ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ ദിവസം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, അറഫ ദിവസത്തിൽ അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കപ്പെടും. തക്ബീറുകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, അള്ളാഹിന്റെ ഹബീബ് ദീന് പൂർത്തീകരിച്ചു തന്ന ദിവസം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അറഫ മൈതാനത്ത് വെച്ച് അള്ളാഹുവിന്റെ ഹബീബ് ദീന് പൂർത്തീകരിച്ചു കൊടുത്ത ദിവസമാണ് അറഫ. അതുകൊണ്ട് നാം ബഹുമാനിക്കേണ്ടതുണ്ട്. അറഫ ദിവസത്തെയും ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള എല്ലാ ദിവസത്തെയും നാം കൂടുതലായി ബഹുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിൽ, അറഫ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് മുഅക്കദായ സുന്നത്താണ്. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അറഫ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുൽഹിജ്ജ 9 അന്ന് വരുന്ന ബുധനാഴ്ച നമ്മളെ കഴിവിന്റെ പരമാവധി
പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ആ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെയാണ് അറഫ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ. അറഫ ദിവസം, അറഫ എന്നുള്ളത് ഹജ്ജാണ്. ഹജ്ജിലെ പ്രധാനപ്പെട്ട ഘടകമാണ് അറഫ എന്നുള്ളത്. ആ അറഫ ദിവസത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അറഫ ദിവസത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സൽക്രമങ്ങളൊക്കെ ചെയ്ത് അറഫയെ നമ്മൾ ഭംഗിയാക്കുക. അതുപോലെ മറ്റൊരു വിഷയമാണ് പെരുന്നാൾ ദിവസം ഉളൂഹിയ്യത്ത് അറക്കുക എന്നുള്ളത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. നമുക്കറിയാം, ഫസല്ലി ലിറബ്ബിക എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കണം. വൻഹർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉളൂഹിയ്യത്ത് അറക്കണം. നമ്മുടെ ഈ ഗ്രൂപ്പിൽ എത്ര ആളുകൾ ഉണ്ടാകും ഉളൂഹിയ്യത്തിന് ഭാഗവക്കായ ആളുകൾ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉളൂഹിയ്യത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അമലാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻക്ക് ഉളൂഹിയ്യത്ത് അറക്കാനുള്ള എല്ലാ വഴികളും എത്തി, പക്ഷേ അവൻ ഉളൂഹിയ്യത്ത് അറുത്തില്ല, ഉളൂഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ചില്ല, എന്നാൽ അവൻ നിസ്കാരപ്പാഴയിലേക്ക് വരാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, താൻ ചെലവ് കൊടുക്കൽ, തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ചെലവ് കഴിച്ച് പെരുന്നാൾ ദിവസത്തിൽ എല്ലാ ചെലവുകളും കഴിച്ച് ഒരു ഉളൂഹിയ്യത്തിന് ഒരു ഷെയർ കൂടാൻ, അല്ലെങ്കിൽ ഒരു ഉളൂഹിയ്യത്ത് അറുക്കാൻ പറ്റുന്ന കാശ് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവൻക്ക് മുഅക്കദായ സുന്നത്താണ് ഉളൂഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജ്ജലമായ ഒരു സ്മരണയാണ് ഉളൂഹിയ്യത്ത് അറക്കുക എന്നുള്ളത്. അതിലുപരിയായി അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞില്ലേ, ലൻ യനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലഹു തഖ്വാ മിൻകും. നിങ്ങളെ മാംസമോ നിങ്ങളെ രക്തമോ അല്ല എന്നിലേക്ക് എത്തുന്നത്, നിങ്ങളെ ഹൃദയത്തിന്റെ ഖൽബിലുള്ള തഖ്വയാണ്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഉളൂഹിയ്യത്ത് അറക്കുന്ന ആളുകളെ തഖ്വയാണ്. ആ ഉളൂഹിയ്യത്തിന് മൃഗത്തെ അവൻ അറുത്ത് അതിന്റെ രക്തം ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിയുന്ന ആളുകളൊക്കെ ഉളൂഹിയ്യത്ത് അറക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ അറഫ ദിവസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുക. അതുപോലെ ബലിപെരുന്നാൾ നിസ്കാരം, പെണ്ണുങ്ങളെ വീട്ടിൽ വെച്ച് സുന്നത്തായ ബലിപെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുക. തക്ബീറുകൾ 13 ഉച്ച പിരിയുന്ന സമയം വരെ, അയ്യാമത്തെ ശരീക്കിന്റെ അസ്തമയം വരെ നമ്മൾ തക്ബീറുകൾ, അതുപോലെ ദുൽഹിജ്ജ 9 അന്ന് സുബഹി മുതൽ അയ്യാമുത്ത ശരീക്കിന്റെ അസ്തമയം വരെ, അസർ നിസ്കാരം വരെ, അസർ കഴിഞ്ഞ് മഗ്രിബിന്റെ സമയം വരെ തക്ബീർ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. ആ സുന്നത്തുകളൊക്കെ പ്രാവർത്തികമാക്കി, അതുപോലെ തന്നെ അറഫ നോമ്പൊക്കെ നോറ്റ് കഴിവിന്റെ പരമാവധി തെറ്റിൽ നിന്ന് മാറി നിന്ന് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങാൻ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, വലിയുമ്മാർക്കൊക്കെ വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്ത്, നമ്മുടെ വീട്ടിൽ ഒരു ഉളൂഹിയ്യത്ത് അറുത്താൽ, അല്ലെ ഒരു ഉളൂഹിയ്യത്തിന് ഷെയർ കൂടിയാൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ കാവലാണെന്ന് മഹാന്മാർ കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലുപരിയായി ഉളൂഹിയ്യത്തിന്റെ വാഹനം, മൃഗം, നമുക്ക് നാളെ സിറാത്തുൽ മുസ്തഖീമിൽ വലിയ വാഹനമായി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും പ്രത്യേകമായി അറിവിന്റെ പുലരിയിലേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ മുഴുവൻ ഇഖ്വാനിങ്ങൾക്ക് വേണ്ടി അറഫ ദിവസത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.